ശ്വാസം അല്ലെങ്കിൽ എയർ നമ്മുടെ മൂക്കിൽ കൂടെ നാസൽ ക്യാവിറ്റി, നോസ് അല്ലെങ്കിൽ നാസൽ ക്യാവിറ്റി വഴി നമ്മുടെ ഫാരൻസിലെത്തും. ഫാരൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡും എയറും ഒരേപോലെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ഫാരൻസ് എന്ന് പറയുന്നത്. ഈ ഫാരൻസ് എന്ന് പറയുമ്പോൾ ഈ ഫാരൻസിലെത്തിയ എയർ നമ്മുടെ ഫാരൻസിൽ നിന്നും ലാരിങ്സിലോട്ട് പാസ് ചെയ്യും. ഈ ലാരിങ്സ് ആണ് നമ്മുടെ വോക്കൽ കോഡ്സിൽ നമുക്ക് സൗണ്ട് പ്രൊഡക്ഷൻ ഒക്കെ നൽകുന്നത് ഈ ലാരിങ്സ് ആണ്. ഈ ലാരിങ്സിൽ നിന്ന് ഈ എയർ നേരെ നമ്മുടെ വിൻഡ് പൈപ്പ് വഴി ട്രക്കിയിലെത്തും. ഈ വിൻഡ് പൈപ്പ് വഴി നമ്മുടെ ട്രക്കിയിലെത്തും. ട്രക്കിയിലെത്തിയിട്ട് അത് നേരെ നമ്മുടെ ബ്രോങ്കയിലോട്ട് എത്തും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു റെസ്പിറേറ്റർ നടക്കുന്നത്. ഇത് ലങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററിന്റെ ഒരു മെയിൻ ഓർഗൻ ആണ് ലങ്സ്. ഈ ലങ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പോഞ്ചി ഓർഗൻ ആണ്. ഈ ഓർഗൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഷേപ്പ് ആയിരിക്കും. ഈ റൈറ്റ് സൈഡിലെ ലെങ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വലുതായിരിക്കും. അത് നമ്മുടെ ഹാർട്ടിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വലിയൊരു സൈസ് ആയിരിക്കും. ഈ ലെങ്സിനെ കവർ ചെയ്ത് ഒരു റിബ് കേസ് കാണപ്പെടും. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ റെസ്പിറേറ്ററിൽ വരുന്നത്.